ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൽഹി സുൽത്താനേറ്റ് വരെയാണ് എടുത്തത്. ഇന്ന് നമ്മൾ മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ മുഗൾ എംപറർ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലോധി ഡൈനാസിറ്റിൻ്റെ ഇബ്രാഹിം ലോധിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഓടിക്കാനായിട്ട് അദ്ദേഹത്തിനെ ഇതാക്കാനായിട്ട് ദൗലത് ഖാൻ ലോധിയും, പഞ്ചാബിൻ്റെ ഗവർണറായിട്ടുള്ള ദൗലത് ഖാൻ ലോധിയും അതേപോലെ തന്നെ മേവാറിന്റെ റാണാ സംഘം കൂടിയിട്ട് എന്താണ് ബാബറിനെ കൊണ്ടുവരാണ്. അങ്ങനെ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലുള്ള ആ ഒരു ബാറ്റിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാണിപ്പത്ത് വാർ എന്ന് പറയുന്നത്. 1526 ഏപ്രിൽ 21 ആ ഒരു വാർ നടക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം ലോധിനെ തോൽപ്പിക്കുകയാണ്. എന്നിട്ട് ബാബർ എന്താണ് വരാണ്. അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാബറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സഹീറുദ്ദീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാണിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നത്. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് എന്താണ് ഈ അറ്റാക്ക് നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് തുസൂക്കി ബാബരി അല്ലെങ്കിൽ ബാബർനാമ എന്നാണ് അതിന്റെ പേര്. തുർക്കി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു സംഭവമാണത്. പിന്നെ ഈ ഒരു യുദ്ധം എങ്ങനെയാണ് ജയിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പാണിപ്പത്ത് വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇബ്രാഹിം ലോധിന്റെ കൈവശം എന്താണ് 100,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ബാബറിന്റെ കൈവശം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇബ്രാഹിം ലോധിന്റെ കയ്യിൽ എന്താണ് നമ്മൾ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആനകൾ എന്താണ് ഈ ഒരു വാറിനൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഇബ്രാഹിം ലോധിന്റെ കയ്യിൽ ആനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ബാബറിന്റെ കയ്യിൽ ആദ്യമായിട്ട് അദ്ദേഹം എന്താണ് ഗൺ പൗഡർ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തു. അപ്പൊ ഈ ഗൺ പൗഡർ യൂസ് ചെയ്തപ്പോൾ എന്താണ് ഈ ആനകളൊക്കെ എന്താണ് ഇതായിട്ട് ഓടി. അങ്ങനെ കുറെ പേര് മരിച്ചു. അങ്ങനെയാണ് ബാബറിന് ഈ ഒരു ഇത് കിട്ടുന്നത്, അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ട്. പിന്നെ പറയുന്നത് ബാറ്റിൽ ഓഫ് കൺവേ ആണ്. ബാറ്റിൽ ഓഫ് കൺവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ് പിറ്റേ വർഷം 27 നടക്കുന്നത്, ആഗ്രയിലാണ്. അപ്പോൾ ഈ ഇബ്രാഹിം ലോധിനെ ഓടിക്കാനായിട്ട് മേവാറിലെ റാണാ സംഘമൊക്കെയാണ് ഈ ഒരു ബാബറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇവർ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബർ ഈ ഒരു സംഭവം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ ബാബർ തിരിച്ചു പോകുന്നില്ല. ബാബർ ഇവിടെ തന്നെ വരും. അപ്പൊ ഇത് അവർക്ക് ഇഷ്ടാവില്ല. അങ്ങനെ ഇവർ തമ്മിലൊരു യുദ്ധം നടക്കും. അങ്ങനെ എന്താണ് റാണാ സംഘിനെ ഇവർ പരാജയപ്പെടുത്താണ് ബാബറും കൂട്ടരും. പിന്നെ വേറൊരു വാർ നടക്കുന്നുണ്ട്. അത് ചന്ദേരിയാണ്, ബാറ്റിൽ ഓഫ് ചന്ദേരിയാണ്. അത് ചന്ദേരിയിലെ മേദിനി റായും ബാബറും തമ്മിലുള്ളതാണ്. അതിലും ആര് ജയിക്കുന്നുണ്ട്? ബാബർ ജയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ബാറ്റിൽ ഓഫ് ഗാഗ്ര നടക്കുന്നുണ്ട്. അത് 29-ലാണ്. 28-ൽ ചന്ദേരി നടക്കുന്നു, 29-ൽ ഗാഗ്ര നടക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ ബാബർ വധിച്ചിട്ടുള്ള ഇബ്രാഹിം ലോധിന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് ലോധിയും അതേപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ സണ്ണിൻലോ ആയിട്ടുള്ള സുൽത്താൻ നുസ്രത് ഷായും കൂടിയിട്ടാണ് ബാബറിനെ തോൽപ്പിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഈ ബാബർ 47-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ശവശരീരം ഉള്ളത് കാബൂളിലാണെന്നാണ് പറയുന്നത്. പിന്നെ രജപുത്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുമയൂണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനാണ് ആരുടെ ബാബറിന്റെ ഏറ്റവും എൽഡസ്റ്റ് മകനാണ് ആരെന്ന് പറയുന്നത് ഹുമയൂൺ എന്ന് പറയുന്നത്. അപ്പോ ഹുമയൂൺ എന്ന് പറയുന്നത് 2 പ്രാവശ്യമായിട്ട് ഈ ഒരു 2 ഫേസ് പോലെ അദ്ദേഹം എന്താണ് ഈ ഒരു ഇത് ഭരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹുമയൂൺ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹുമയൂണിന്റെ പേരിനർത്ഥം ഫോർച്ചുനേറ്റ് എന്നാണ്, ഭാഗ്യവാൻ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ എന്താണ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം എന്താണ് ഒരു ഭാഗ്യമില്ലാത്ത ആളായിട്ടാണ് മാറുന്നത്. അപ്പൊ 2 ഫേസ് ആയിട്ടാണ് അദ്ദേഹം 1530 മുതൽ 40 വരെ ഒരു കാലഘട്ടവും, അതേപോലെ തന്നെ എന്താണ് 55 മുതൽ 56 വരെ എന്താണ് അടുത്ത കാലഘട്ടമായിട്ടാണ് ആര് ഭരിക്കുന്നത്? ഈ ഹുമയൂണ് ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഹുമയൂണ്
ഈ അധികാരത്തിൽ കയറി ആ ഒരു കാലഘട്ടത്തില് ബാറ്റിൽ ഓഫ് ചൗസ നടക്കാണ് 39 കാലഘട്ടത്തിൽ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേർഷി ഉണ്ടല്ലോ, ഷേർഷിയും ഹുമയൂണും തമ്മിലുള്ളൊരു ബാറ്റിലായിരുന്നത്. അപ്പൊ ഗംഗാ നദിയുടെ തീരത്താണ് ഈ ഒരു ബാറ്റിൽ നടക്കുന്നത്. അങ്ങനെ എന്താണ് ഈ ഷേർഷ അതിൽ ജയിക്കാണ്. ഷേർഷ ജയിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുമയൂൺ എന്താണ് ഈ നദി നീന്തി കടന്നിട്ടാണ് രക്ഷപ്പെട്ടതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് ബാറ്റിൽ ഓഫ് കണൂജ് നടക്കുന്നുണ്ട്. 40 കണൂജ് നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹുമയൂണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെയും കൂട്ടിയിട്ട് എന്താണ് വീണ്ടും ഒരു ഇതിന് പോവാണ്. പക്ഷെ വീണ്ടും എന്താണ് ഹുമയൂൺ അവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ ആര് കയറാണ്, ഒരു 15 വർഷ ഗ്യാപ്പ് വരുമ്പോൾ ഷേർഷ എന്താണ് കയറാണ്. ഷേർഷ ആ ഒരു ഗ്യാപ്പിൽ ഹുമയൂണിനെ തോൽപ്പിച്ച ആ ഒരു ഗ്യാപ്പിൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ഫേസിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ആര് കയറാണ് ഷേർഷ കയറാണ്. എന്താണ് മുഗൾ പീരീഡിന്റെ ഒരു ടെമ്പററി എക്ലിപ്സ് എന്നാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. സർ അമ്പയർ എന്നാണ് പറയാ. 1540 മുതൽ 55 കാലഘട്ടം വരെയാണ് ഇത് വരുന്നത്. അതിൽ 45 കാലഘട്ടം വരെയാണ് ആര് ഭരിക്കുന്നത്, ഷേർഷ ഭരിക്കുന്നത് എന്ന് പറയുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ പോളിസിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ റുപ്യ എന്ന് പറയുന്ന കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഷേർഷയാണ് റുപ്യ എന്ന് പറയുന്ന ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഗ്രാൻഡ് ട്രക്ക് റോഡ്, കൽക്കട്ട ടു പെഷ്വാർ ഉള്ള ഗ്രാൻഡ് ട്രക്ക് റോഡ് ഇതാക്കുന്നത് ആരാണ്, ഷേർഷാന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ 1545 കാലഘട്ടത്തിൽ ആരാണ് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടോംബ് ബീഹാറിലെ സസ്ത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബീഹാറിലെ സസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഇസ്ലാം ഷാ വരുന്നുണ്ട്, മുഹമ്മദ് ആദിൽ ഷാ വരുന്നുണ്ട്. അങ്ങനെ 2-3 പേര് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും ആര് ഇതിലോട്ട് കയറാണ്, ഹുമയൂൺ വീണ്ടും ആ ഒരു പദവിയിലോട്ട് കയറാണ്. 55 മുതൽ 56 കാലഘട്ടത്തേക്ക് വീണ്ടും കയറാണ്. അപ്പോൾ 40 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഹമീദ ബാനു ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതും അതിലുണ്ടാവുന്ന മകനാണ് അക്ബർ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ത്രോൺ തിരിച്ചു കിട്ടി. അങ്ങനെ അദ്ദേഹം ഭരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ തന്നെ വീട്ടിലെ ലൈബ്രറിന്റെ സ്റ്റെയർ കേസിൽ നിന്ന് വീണിട്ട് അദ്ദേഹം മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു വർഷം 55 to 56 കാലയളവ്. അപ്പൊ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഭരിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഹുമയൂണിന്റെ ഒരു ബയോഗ്രാഫി ഉണ്ട്. ഹുമയൂൺ നാമ എന്നാണ് ആ ഒരു ബയോഗ്രാഫിന്റെ പേര്. അത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ സഹോദരിയായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് ആ ഒരു ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ ഹുമയൂണിന് ശേഷം വരുന്നത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അക്ബർ ആണ്. 56 മുതൽ 1605 1556 to 1605 കാലഘട്ട ആ ഒരു കാലയളവിലാണ് അക്ബർ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹുമയൂണിന്റെ ഏറ്റവും എൽഡസ്റ്റ് മകനാണ് ആരെന്ന് പറയുന്നത്, അക്ബർ എന്ന് പറയുന്നത്. അപ്പോ ഈ അക്ബർ യങ് ആയതുകൊണ്ട് തന്നെ അക്ബറിനെ സഹായിക്കാനായിട്ട് ഹുമയൂണിന്റെ തന്നെ അത്രയും ലോയൽ ആയിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബരീം ഖാൻ എന്നാണ്. ബരീം ഖാൻ ആയിരുന്നു ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ഈ അക്ബറും ഈ ആരും തമ്മില് ഈ ഒരു ഹെമു തമ്മിൽ എന്താണ് ഒരു ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് സെക്കൻഡ് നടക്കുന്നത് ഇവർ തമ്മിലാണ്. അപ്പൊ 1556 കാലഘട്ടത്തിലാണ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 2 നടക്കുന്നത്. നവംബർ 5-നാണ് 1556 നവംബർ 5-നാണ് ഈ ഒരു വാർ നടക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബരീം ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് അക്ബറിന്റെ 5 വർഷത്തോളം അക്ബറിനെ സഹായിക്കാനായിട്ട് നിന്ന ഒരാളാണ്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു എംപയർ എന്താണ് അത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തതും ആരുടെയാണ്, ബരീം ഖാൻ തന്നെയാണ്. പക്ഷെ എന്താണ് അക്ബറിന് തന്നെയായിരുന്നു ആ ഒരു ഫുൾ കൺട്രോളും ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിനെ മെക്കയിലോട്ട് അയച്ചു. പിന്നെ അദ്ദേഹം മരിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ അക്ബർ അതുപോലെ തന്നെ മുസാഫർ ഷായിൽ നിന്ന് ഗുജറാത്ത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബൂലൻ ദർവാസ എന്ന് പറയുന്ന സാധനമൊക്കെ ബിൽഡ് ചെയ്തത് ആരാണ്, അക്ബറാണ്. പിന്നെ ഈ അക്ബർ രജപുത്സുമായിട്ട്
വളരെയധികം എന്താണ് ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, അക്ബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്ബർ എന്താണ് രജ്പുത്തിലെ തന്നെ ഒരു പ്രിൻസസ് ആയിട്ടുള്ള ജോധാബായിനെയാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ രജ്പുത്സിന് ഈ ഒരു മുഗൾമാരുടെ ഇതില് അവരുടെ ആ കൊട്ടാരത്തിലൊക്കെ എന്താണ് ഇതാക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരും സെർവ് ചെയ്തു എന്നാണ് പറയുന്നത് രജ്പുത്സും. പിന്നെ ബാറ്റിൽ ഓഫ് ഹലീദ്ഗട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ. റാണ പ്രതാപും മുഗൾ ആർമി ലീഡ് ചെയ്തിട്ടുള്ള മാനസിംഗ് ഓഫ് അമീറും കൂടിയാണ്. എന്നിട്ട് റാണ പ്രതാപ് എന്താണ് ഡിഫീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ സറണ്ടർഡ് ആവുന്നില്ല. പിന്നെ പറയുന്നത് റിലീജിയൻ പോളിസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ദീൻ ഇലാഹി, ദൗഹിദ് ഇലാഹി എന്നൊക്കെ പറയുന്ന പുതിയ റിലീജിയൻസ് ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, അങ്ങനെ എന്താണ് ജെയിൻസ്, അങ്ങനെ റിലീജിയസ് പരമായിട്ടുള്ള വേർതിരിവില്ലാണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനുള്ള ഇബാദ് ഖാന എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നത് ആരാണ്? അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ജിസിയ എന്ന് പറയുന്ന ടാക്സിന്റെ സംഭവങ്ങളൊക്കെ എന്താണ് അക്ബറിന്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ഇപ്പോ രജപുത്ത് സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നിട്ടും എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താണ് അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള പിന്നെ മൻസബ്ദാരി സിസ്റ്റം എന്താണ് അദ്ദേഹത്തിന്റെ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റാങ്ക് സിസ്റ്റം ആയിരുന്നു അത് നമ്മൾ എന്താണ് സാലറി, മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഈ ഒരു റാങ്കിന്റെ ബേസിസിലാണ്, ഈ ഒരു ഇതിന്റെ ബേസിസിലാണ് അവർക്ക് കൊടുത്തിരുന്നത്. പിന്നെ അദ്ദേഹം ബിൽഡ് ചെയ്ത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, അതേപോലെ തന്നെ അലഹബാദ് ഫോർട്ട്, ബുലാന്ദ് ദർവാസ, പാഞ്ച് മഹൽ, ഇബാദ് ഖാന, ഇതൊക്കെ എന്താണ് അദ്ദേഹം പണികഴിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ 9 ജുവൽസ് ഓഫ് അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നവരത്നാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബീർബൽ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ ഫസൽ, അദ്ദേഹം ഒരു സ്കോളറാണ്. പിന്നെ ഫൈസി, അബ്ദുൾ ഫസലിന്റെ ബ്രദർ ആണ്, അദ്ദേഹം ഒരു സ്കോളറാണ്. പിന്നെ ചോഡാർ മൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ ഭഗവാൻ ദാസ്, പിന്നെ മാൻസിംഗ് ഉണ്ട്, പിന്നെ താൻസൻ ഉണ്ട്, മ്യൂസീഷ്യൻ ആണ്. പിന്നെ അബ്ദുൾ റഹീം, അദ്ദേഹം ഒരു ഹിന്ദി പോയറ്റ് ആണ്. പിന്നെ മുളാഡു പ്യാജ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 9 ജുവൽസ് എന്നറിയപ്പെടുന്ന നവരത്ന. പിന്നെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന് അവര് സാബ്ദി എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ബാൻഡോബാസ്റ്റ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ എന്താണ് ഒരു ഫിനാൻസ് സിസ്റ്റത്തിന് ദഷ്ല സിസ്റ്റം എന്നൊക്കെ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അക്ബറിന്റെ ടോംബ് ഉള്ളത് സിക്കന്ദ്ര, ആഗ്രയിലാണ് അദ്ദേഹത്തിന്റെ ടോംബ് ഉള്ളത്. 1605 കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ് മരിക്കുകയാണ്. അപ്പോ ഈ അക്ബറിന്റെ പേരക്കുട്ടിയായിട്ടുള്ള ഖുസ്രുവിനാണ് ഈ അടുത്ത പദവി കൊടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എന്താണ് ഖുസ്രു അല്ല ആ ഒരു ഇതിലോട്ട് എത്തുന്നത്, ജഹാംഗീർ ആണ്. അക്ബറിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ ആണ് ആ ഒരു പദവിയിലോട്ട് എത്തുന്നത്. അപ്പോ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോധാബായിന്റെയും അക്ബറിന്റെയും ഏറ്റവും മൂത്ത മകനാണ് ആരെന്ന് പറയുന്നത്, ജഹാംഗീർ എന്ന് പറയുന്നത്. അപ്പൊ ജഹാംഗീർ എന്നുള്ള അർത്ഥം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺകർ ഓഫ് വേൾഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് സലീം ആണ്. അതൊരു ഒരു ഷെയ്ഖ് മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പേര് അദ്ദേഹത്തിന് കൊടുത്തത്. അതേപോലെ തന്നെ ഈ ജഹാംഗീർ ഈ ഒരു പൊസിഷനിൽ വന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഖുസ്രു
സിഖ് ഗുരു ആയിട്ടുള്ള അർജുൻ ദേവിനെയും കൂട്ടുപിടിച്ചിട്ട് എന്താണ് ജഹാംഗീറിനായിട്ടുള്ളൊരു ഇതിന് പോവാണ്. പക്ഷെ എന്താണ് ജഹാംഗീർ അവരെ തോൽപ്പിച്ചിട്ട് സ്വന്തം മകനായിട്ടുള്ള ഖുസ്രുവിന്റെ എന്താണ് കണ്ണ് അദ്ദേഹത്തിന് അന്ധനാക്കുകയാണ്, അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ആ ഒരു ഗുരു ആയിട്ടുള്ള സിഖ് ആയിട്ടുള്ള ഗുരു അർജുൻ ദേവിന്റെ തല വെട്ടിക്കളയാണ്. അദ്ദേഹം ഒരു 5th സിഖ് ഗുരു ആണ്. അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളയാണ് ആര് ചെയ്യുന്നത്, ജഹാംഗീർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, ഈ ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് വില്യം ഹോക്കിങ്സും തോമസ് റേ എന്താണ് ഈ ഇന്ത്യയിലോട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വില്യം ഹോക്കിങ്സ് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം, ഒരു എന്താണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ജഹാംഗീർ ആദ്യം എതിർക്കും. പിന്നെ തോമസ് റേ വരുമ്പോഴാണ് അദ്ദേഹം എന്താണ് അതിന് അനുമതി കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് സൂററ്റിൽ അവര് അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ. പിന്നെ ജഹാംഗീർ വിവാഹം ചെയ്യുന്നത് ഒരു അഫ്ഗാനി വിഡുവായിട്ടുള്ള മെഹറൂനിസേനെയാണ്. പക്ഷെ വിവാഹത്തിന് ശേഷം പേരൊക്കെ മാറ്റുന്നുണ്ട്, നൂർജഹാൻ എന്നുള്ള പേര് എന്താണ് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ നൂർജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ജഹാംഗീറിന്റെ ബാക്കിൽ ഇരുന്ന് ഇപ്പോ ആ ഒരു അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നതും എന്താണ് നൂർജഹാന്റെ ഒരു കഴിവും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ബാദ്ഷാ ബീഗം എന്നും നൂർജഹാൻ അറിയപ്പെട്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത മകനായിട്ടുള്ള ഷാജഹാൻ, പ്രിൻസ് ഖുറം എന്നാണ് അറിയപ്പെടുന്നത്. പ്രിൻസ് ഖുറം ആയിട്ടുള്ള ഷാജഹാനും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ജഹാംഗീർ എന്താണ് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും അങ്ങനെ ഇതാക്കുകയും ചെയ്യുന്നു. പിന്നെ മുഗൾ കാലഘട്ടത്തിലെ ഗോൾഡൻ ഏജ് ഓഫ് പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത് ഈ ഒരു ജഹാംഗീറിന്റെ കാലഘട്ടത്തിലായിരുന്നു. കാരണം ഈ നൂർജഹാൻ എന്ന് പറയുന്ന സ്ത്രീ എന്താണ് പെയിന്റിങ്സിനോട് ഭയങ്കര ഇതുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മുഗൾ പീരീഡ് കാലഘട്ടത്തിലെ ഗോൾഡൻ ഏജ് പെയിന്റിങ്സിനെ നമുക്ക് പറയാനാണെങ്കിൽ അത് ഈ ഒരു ജഹാംഗീറിന്റെ കാലഘട്ടത്തിലെ ആണ്. പിന്നെ ഈ നൂർജഹാന് അദ്ദേഹത്തിന്റെ മരുമകനായിരുന്നു ഈ ഒരു ജഹാംഗീറിന് ശേഷം ഈ ഒരു പദവി കൊടുക്കാനായിട്ട് ആഗ്രഹം. പക്ഷെ എന്താണ് ഷാജഹാൻ തന്നെയാണ് ആ ഒരു പദവിയിലോട്ട് കയറുന്നത്. അങ്ങനെ 28 to 58 കാലഘട്ടത്തിലാണ് ഖുറം ഷാജഹാൻ എന്താണ് ഒരു പൊസിഷനിലോട്ട് കയറുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഒരു പൊസിഷനിലോട്ട് കയറുന്നു. അങ്ങനെ 31 കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്തിന്റെ താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 22 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ അതിന്റെ ആർക്കിടെക്ചേഴ്സ് പറയുകയാണെങ്കിൽ ഉസ്താദ് ഇസയാണ് അതിന്റെ ശില്പിയായിട്ട് വരുന്നത്. പിന്നെ ഷാലിമാൻ ബാഗ്, ലാഹോറിലുള്ള ഷാലിമാൻ ബാഗ്, അതുപോലെ തന്നെ റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ് ഡൽഹിയിലുള്ള, ഇതൊക്കെ പണികഴിപ്പിക്കുന്നത് ആരാണ്? ഇതൊക്കെ ഷാജഹാനാണ് പണികഴിപ്പിക്കുന്നത്. പിന്നെ ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ എന്താണ് വേറൊരു ഷാലിമാൻ ബാഗ് ഉണ്ട്, അത് ശ്രീനഗറിലാണ്. അപ്പൊ 2 ഷാലിമാർ ബാഗ് ഉണ്ട്. ജഹാംഗീർ പണി കഴിപ്പിക്കുന്നത് ശ്രീനഗറിലും, അതുപോലെ തന്നെ ഷാജഹാൻ പണി കഴിപ്പിക്കുന്നത് എവിടെയാണ്? ലാഹോറിലാണ് ഷാലിമാർ ബാഗ് പണി കഴിപ്പിക്കുന്നത്. അപ്പൊ 2 ഷാലിമാർ ബാഗ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ അവസാന കാലഘട്ടമായപ്പോൾ ഷാജഹാന് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോവിനായിരുന്നു കൊടുക്കാനായിട്ട് ആഗ്രഹം. ഈ ഒരു പദവി എന്ന് പറയുന്നത്, അടുത്ത പദവി. പക്ഷെ എന്താണ് ഔറംഗസീബിനാണ് ആ ഒരു പദവി കിട്ടുന്നത്. ഷാജഹാന് പകരം ആർക്കാണ് കിട്ടുന്നത്? ഔറംഗസീബിനാണ് കിട്ടുന്നത്. പക്ഷെ ഔറംഗസീബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന കാലമായപ്പോൾ ഷാജഹാൻ എന്താണ് ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ആഗ്ര ഫോർട്ടിന്റെ ജയിലിൽ അദ്ദേഹത്തിന് അടയ്ക്കുകയാണ്. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റുന്നതാണ്? താജ്മഹൽ കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ആഗ്ര ഫോർട്ടിൽ അടച്ചിട്ടെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗോൾഡൻ ഏജ് ഓഫ് ആർക്കിടെക്ചറിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടമായിരുന്നു. ഈ ഒരു ഷാജഹാന്റെ കാലഘട്ടമായിരുന്നു. മുഗൾ ആർക്കിടെക്ചറിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ഷാജഹാന്റെ കാലഘട്ടമായിരുന്നു കൂടി ഓർക്കുക. പിന്നെ ഔറംഗസീബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്.
ഔറംഗസീബിന്റെ ടൈറ്റിൽ ആലംഗീർ എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. വേൾഡ് കോൺക്വർ ചെയ്തെന്നുള്ള അർത്ഥമാണ് ആലംഗീർ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം സ്വയം എന്താണ് ലിവിങ് സൈന്റ് അല്ലെങ്കിൽ സിന്ദ ഫിർ എന്നൊക്കെ എന്താണ് അറിയപ്പെട്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ മുഗൾ എംപററിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആൾ തന്നെയായിരുന്നു. പിന്നെ ഇദ്ദേഹമാണ് 9th സിഖ് ഗുരു ആയിട്ടുള്ള തേഗ് ബഹദൂറിനെ വധിച്ചു കളയുന്നത് ആരാണ്? ഔറംഗസീബാണ്. പിന്നെ അദ്ദേഹം എന്താണ് കോർട്ടിൽ ഇപ്പോൾ സതി അതേപോലെ തന്നെ കോർട്ടിൽ മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ബാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രജപുത്സ് വേറെ റിലീജിയസിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അദ്ദേഹം അത്ര ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് എനിമീസ് ആയിട്ട് മാറി. ആരുടെ? ഇപ്പോൾ സിഖ് ഗുരുവിനൊക്കെ കൊന്നല്ലോ. അപ്പൊ ആ ഒരു ഇതില് എന്താണ് ഇവര് അത്ര വലിയ ഇതിലൊന്നും ആയിരുന്നില്ല. ഇവരുടെ മുഗളന്മാരുടെ ശത്രുക്കളായിട്ട് ആരും മാറി? രജപുത്സും മറാത്സും എല്ലാവരും എന്താണ് മാറുകയാണ് ചെയ്തത്. പിന്നെ ഇദ്ദേഹം തന്നെയാണ് എന്ത് മിനി താജ്മഹൽ എന്നറിയപ്പെടുന്ന ബിബി കി മക്ബറ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ പണിയെഴുപ്പിക്കുന്നത് ആരാണ്? ഔറംഗസീബാണ്. പിന്നെ അദ്ദേഹം 89ാമത്തെ വയസ്സിലാണ് മരിച്ചു പോകുന്നത്. പിന്നെ അതിനുശേഷം ലേറ്റർ മുഗൾസ് ആയിട്ട് വരുന്നത് ബഹദൂർ ഷാ വരുന്നുണ്ട്, ജഹാൻദാർ ഷാ വരുന്നുണ്ട്, അങ്ങനെ കുറെ പേര് എന്താണ് വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്താണ് ഔറംഗസീബിന്റെ ആ ഒരു ഇതോടുകൂടി മെയിൻ ആയിട്ട് ആ ഒരു ഡിക്ലറേഷൻ വരാണ്. അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് മെയിൻ ആയിട്ട് മുഗളന്മാര് ഇല്ലാണ്ടായി പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോറിനേഴ്സ് വരാനായിട്ട് തുടങ്ങിയിരുന്നു. അതേപോലെ തന്നെ എംപയർ ഇല്ലാണ്ടാവാനായിട്ട് തുടങ്ങിയിരുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻസ് അത് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങിയിരുന്നു. പിന്നെ ആർമി വളരെയായിട്ട് കുറഞ്ഞ് ഇതാവാനായിട്ട് തുടങ്ങിയിരുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് പ്രൊവിഷണൽ കിങ്ഡംസ് ആണ്. മീഡിയവൽ ഇന്ത്യയിലെ വിജയനഗര എംപയറും അതേപോലെ തന്നെ ബഹമണി കിങ്ഡമാണ് നമുക്കിനി നോക്കാനുള്ളത്. വിജയനഗര എംപയറും ബഹമണി കിങ്ഡം ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം വിജയനഗര എംപയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിജയനഗര എംപയറിൽ മെയിൻ ആയിട്ട് 4 ഡൈനാസിറ്റീസ് ആണുള്ളത്. സംഗമ, സുളുവ, തുളുവ, അരവിഡ്. അങ്ങനെ മെയിൻ ആയിട്ട് 4 ഡൈനാസിറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സംഗമ, സുളുവ, തുളുവ, അരവിഡ്. അപ്പൊ സംഗമ ഡൈനാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിഹരയും ബാബൂക്ക എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ് ഈ ഒരു ഡൈനാസിറ്റിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഹരിഹരയും ബാബൂക്കയും. അപ്പോ മുഹമ്മദ് ബിൻ തുഗ്ലക് ഉണ്ടല്ലോ, അദ്ദേഹം എന്താണ് ഇവരെ ഈ 2 പേരെയും കൂടിയിട്ട് ഡൽഹിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരെ 2 പേരെയും ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ കുറെ ബാറ്റിലൊക്കെ നടക്കുന്ന ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ച് ഈ ഒരു റീജിയനിലോട്ട് വരാണ്, ഇവരുടെ ഭാഗത്തോട്ട് വരാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സംഗമ ഡൈനാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള വിജയനഗര സിറ്റിയിലാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഹരിഹരയായിരുന്നു ഈ ഒരു ഇത് ഏറ്റെടുത്തിരുന്നത്, ഇതിന്റെ മെയിൻ ഒരു ഹെഡായിട്ട് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പിന്നെ വിസിറ്റ് ചെയ്യുന്ന ട്രാവലർ ആണ് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. പിന്നെ ദേവരായ ഒന്നാമനെ കുറിച്ച് പറയുന്നുണ്ട്. വിജയനഗര എംപയർ
വിസിറ്റഡ് ഡ്യൂറിങ് ഹിസ് റീജന്റ് നിക്കോള ഡി കോണ്ടി ആ ഒരു കാലഘട്ടത്തിൽ വിജയനഗര എംപയർ എന്താണ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ഡാമുകൾ, ടാങ്കുകൾ, കനാലുകളൊക്കെ ആര് ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദേവരായ ഒന്നാമൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ദേവരായ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ആര് വരുന്നത്? അബ്ദുൾ റസാഖ് പേർഷ്യയിൽ നിന്നുള്ളൊരു വിസിറ്റർ ആണ്, അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ബാബറിന്റെ തുസൂക്കി ബാബരിയിൽ എന്താണ് ഈ ദേവരായനെ കുറിച്ചിട്ടൊക്കെ എന്താണ് മെൻഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് സുളുവ ഡൈനാസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സുളുവ ഡൈനാസിറ്റി 1486 to 1505 AD കാലഘട്ടത്തിലാണ്. സുളുവ നരസിംഹയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ സുളുവ ഡൈനാസിറ്റിന്റെ ഫൗണ്ടർ വീര നരസിംഹ അല്ലെങ്കിൽ നരസ നായികയാണ്. പിന്നെ കൃഷ്ണദേവരായനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹമായിരുന്നു ആ ഒരു ഇതിന്റെ ഗ്രേറ്റസ്റ്റ് വിജയനഗര റൂളേഴ്സിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ആന്ധ്ര ഭോജ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിൽഡ് ചെയ്ത സാധനങ്ങളാണ് വിജയ മഹൽ, ഹസ്ര രാമ ടെമ്പിൾ, വിദ്ഹാൽ സ്വാമി ടെമ്പിൾ ഒക്കെ എന്താണ് അദ്ദേഹം പണി കഴിപ്പിക്കുന്നതാണ്. ഈ വിദ്ഹാൽ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് ലോർഡ് വിഷ്ണുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പറയുന്നത് ഗ്രേറ്റ് സ്കോളർ ആയിരുന്നു. അതുപോലെ തന്നെ ബുക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിട്ടിയ പേരുകളാണ് അഭിനവ ഭോജ, ആന്ധ്ര ഭോജ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമുക്ത മല്യട, പിന്നെ അതുപോലെ തന്നെ ജാംബാവതി കല്യാണം, ഉഷാ പരിണയം, ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ഡ്രാമകളും അതേപോലെ തന്നെ തെലുങ്കു വർക്ക്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വിസിറ്റ് ചെയ്ത ട്രാവലേഴ്സ് ആണ് പറയുന്നത്. ദൗലത്തെ ബർബോസ ആൻഡ് ഡൊമിംഗോ പേസ് പോർച്ചുഗീസ് ട്രാവലേഴ്സ് ആണ്. പിന്നെ പോർച്ചുഗീസുകാരനായിട്ടുള്ള അൽബിക്യുറേക്കിന് എന്താണ് ഫോർട്ട് പണിയാനായിട്ട് അദ്ദേഹം എന്താണ് പെർമിഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ബേഡ്കൽ പോർട്ടില്. പിന്നെ അദ്ദേഹം എന്താണ് ഒഡീഷ റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ ഇസ്ലാമി ആയിട്ടുള്ള ആദിൽ ഖാനെയും ഡിഫീറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണദേവരായക്ക് ശേഷം അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള അച്യുതദേവരായയാണ് ആ ഒരു ത്രോൺ എന്ന് വെച്ചാൽ ആ ഒരു ഇത് വെക്കുന്നത്. പിന്നെ പറയുന്നത് അരവിഡു ഡൈനാസിറ്റീസിനെ കുറിച്ചിട്ടാണ്. ബാറ്റിൽ ഓഫ് തായ്ക്കോട്ട ഓൾസോ അരവിഡു ഡൈനാസിറ്റിക്ക് ഇതിന് ശേഷമാണ് ഇത് ബാറ്റിൽ ഓഫ് തായ്ക്കോട്ടനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂളറാണ് ശ്രീരംഗം മൂന്നാമനാണ് ഇവിടുത്തെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമരനായകാസ്, റായ മീൻസ് റൂളർ, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത് നായക, മിലിറ്ററി ചീഫിനെയാണ് നായക എന്ന് പറയുന്നത്. റായ എന്ന് പറയുന്നത് റൂളറിനെയാണ് പറയുന്നത്. പിന്നെ അയ്യങ്കാർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു വില്ലേജ് കമ്മിറ്റിയാണത്. പിന്നെ 12 മെമ്പേഴ്സ് ആണ് ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാവുക. പിന്നെ ട്രാവലേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇബിന് ബത്തൂത്ത വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ എന്താണ് സംഗമയിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലും വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ റോയൽ സെന്റേഴ്സ് ആയിട്ട് 30 പ്ലേസും 60 ടെമ്പിൾസ് ഒക്കെ എന്താണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എക്സാമ്പിൾസ് ആണ് ലോട്ടസ് മഹൽ, അതേപോലെ തന്നെ എലിഫൻസ് ടെമ്പിൾ, പിന്നെ ഹസ്ര രാമ ടെമ്പിൾ. ഇതൊക്കെ എന്താണ് വിജയനഗര കാലഘട്ടത്തിന്റെ ഓരോ കാര്യങ്ങളാണ്. വിഷ്ണുവിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുള്ള വിദ്ഹൽ സ്വാമി ടെമ്പിൾ ഒക്കെയാണത്. ഇനി അടുത്തത് ഇപ്പോൾ വിജയനഗരം കഴിഞ്ഞു. ഇനി അടുത്തത് ബഹമണി കിണ്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബഹമണി കിണ്ടം കൊണ്ടുവരുന്നതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ബഹമൻഷിയാണ് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജനറൽ ആയിരുന്നു ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ബഹമൻഷാ എന്ന് പറയുന്നത്.
മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജനറൽ ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഫിറോസ് ഷാ ബഹുമൻ വരുന്നുണ്ട്, മുഹമ്മദ് ഷാ വരുന്നുണ്ട്, അഹമ്മദ് ഷാ വരുന്നുണ്ട്, മുഹമ്മദ് ഷാ മൂന്നാമൻ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് മുഹമ്മദ് ഖവാനെ കുറിച്ചിട്ടാണ്. മുഹമ്മദ് ഖവാൻ എന്ന് പറയുന്നത് ഈ ഒരു മുഹമ്മദ് ഷാ മൂന്നാമന്റെ CM ആയിരുന്നു ആരെന്ന് പറയുന്നത്, ഈ ഒരു മുഹമ്മദ് ഖവാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പേർഷ്യൻ മെർച്ചന്റ് ആണ്. അങ്ങനെ അദ്ദേഹം എന്താണ് ഇന്ത്യയിലോട്ട് വരാണ്, എന്നിട്ട് ബഹുമനി കിണ്ഡത്തിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ഒക്കെ കണ്ടിട്ട് ഗ്രാജുവലി അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പദവി ഇവർ കൊടുക്കുകയാണ്. പക്ഷെ അതിൽ കുറെ പേർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നോബിൾസ് എന്താണ് ഇദ്ദേഹത്തെ വധിച്ചു കളയാണ്. അങ്ങനെ 70ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് ശരിക്കും ഈ ഒരു ബഹുമണി കിണ്ഡം എന്ന് പറയുന്ന ഈ ഒരു കിണ്ഡം ഇല്ലാണ്ടായി പോകുന്നത്. അങ്ങനെ ഇയാളുടെ ഇതിന് ശേഷം എന്താണ് ഈ ഒരു കിണ്ഡം പല ഇൻഡിപെൻഡന്റ് കിണ്ഡമായിട്ട് മാറാണ്. ഇൻഡിപെൻഡന്റ് ഓരോരുത്തരും സ്വതന്ത്രമായിട്ട് ഭരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആരുടെ കാലത്തിന് ശേഷം? ഈ മുഹമ്മദ് ഖവാൻ ഈ ഒരു ആൾക്ക് ശേഷം അങ്ങനെ ഭരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ 5 ഇൻഡിപെൻഡന്റ് കിങ്ഡം ആയിട്ട് മാറിയതാണ് എന്തെന്ന് പറയുന്നത്, ഇതൊന്ന് പറയുന്നത്. ഇമാദ് ഷാഹി ഡൈനാസിറ്റി, ആദിൽ ഷാ ഡൈനാസിറ്റി, നിസാം ഷാഹി ഡൈനാസിറ്റി, കുത്തൂബ് ഷാഹി ഡൈനാസിറ്റി, ബരീദ് ഷാഹി ഡൈനാസിറ്റി. അങ്ങനെ ഡിഫറെന്റ് 5 ഇൻഡിപെൻഡന്റ് എന്താണ് ഇതായിട്ട് ഇൻഡിപെൻഡന്റ് സുൽത്താനേറ്റ്സ് ആയിട്ട് ഇവര് മാറാണ് ഈ ബഹുമണി കിണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ 1454 കാലഘട്ടത്തിലാണ് ഏത് വരുന്നത്, ഇമാദ് ഷാഹി വരുന്നത്. 89 കാലഘട്ടത്തിലാണ് ആദിൽ ഷാ വരുന്നത്. 1990 കാലഘട്ടത്തിലാണ് നിസാം ഷാഹി വരുന്നത്. പിന്നെ 1518 കാലഘട്ടത്തിലാണ് കുത്തൂബ് ഷാഹി വരുന്നത്. പിന്നെ ബരീദ് ഷാഹി വരുന്നത് 1526 കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. പിന്നെ ആദിൽ ഷാനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ താഴികക്കുടില്ലേ ആ സംഭവം. ഇപ്പോൾ കർണാടകയിലെ ബിജാപൂരിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോം വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കുലി കുത്തബ് ഷാനെ കുറിച്ച് പറയുന്നുണ്ട്. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഗോൽക്കൊണ്ട ഫോർട്ട് ഫസ്റ്റ് ബിൽഡ് ചെയ്തത് കകാറ്റിയാസ് ഡൈനാസിറ്റിയിലാണ്. പിന്നെ ഡയമണ്ട് മൈൻസിന് ഫേമസ് ആണ് ഈ ഒരു ഗോൽക്കൊണ്ട എന്ന് പറയുന്ന ഈ ഒരു ഇത്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുത്തൂബ് ഷാഹിനി ഡൈനാസിറ്റിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളറാണ്. ചാർമിനാറും എന്താണ് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈദരാബാദ് സിറ്റിന്റെ ഫൗണ്ടർ ആണ് ആരെന്ന് പറയുന്നത്, മുഹമ്മദ് ഗ്വാലി കുത്തൂബ് ഷാ എന്ന് പറയുന്ന വ്യക്തി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്ക് വിജയനഗരയിലും ബഹുമണി കിണ്ഡത്തിലും ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് ഭക്തി മൂവ്മെന്റും സൂഫിസാണ് നമുക്ക് നോക്കാനുള്ളത്. ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്സ് ആണ് അടുത്തത് നോക്കാനുള്ളത്. ആദ്യം ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്തി സിംബോളൈസ് ചെയ്യുന്നത് ഡിവോഷൻ ആണ്, അല്ലെങ്കിൽ പാഷനേറ്റ് ലവ് ഫോർ ദ ഡിവൈൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു 7 to 12th സെഞ്ചുറി കാലഘട്ടത്തിലാണ് സൗത്ത് ഇന്ത്യൻ റീജിയനിലാണ് ഈ ഒരു ഭക്തി മൂവ്മെന്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് ഇതിൽ തന്നെ വരുന്നതാണ് ആൾവാഴ്സും നയനാഴ്സും. ആൾവാഴ്സ് എന്ന് പറയുന്നത് വൈഷ്ണവേറ്റ്സ് ആണ്. വൈഷ്ണവേറ്റ്സ് എന്ന് പറയുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്ന ആൾക്കാരും, നയനാഴ്സ് എന്ന് പറയുന്നത് സൈവേറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ശിവമാർഗം ഇതാക്കിയ ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്.
ഇനി ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫീമെയിൽ ആൾക്കാർ, ഫീമെയിൽ സൈന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വൈഷ്ണവേറ്റ്സിൽ വരുന്നതാണ് അണ്ടാൾ എന്ന് പറയുന്നതും, അതേപോലെ തന്നെ സൈവേറ്റ്സിൽ വരുന്നതാണ് കാരക്കൽ അമ്മയാറും. സൈവേറ്റ്സിൽ വരുന്നത് കാരക്കൽ അമ്മയാറും, വൈഷ്ണവേറ്റ്സിൽ വരുന്നത് അണ്ടാളായിരുന്നു. ഇവർ രണ്ടുപേരും എന്താണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ എതിരായിരുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഫിലോസഫീസും അവരുടെ ഫൗണ്ടേഴ്സ് ആണ് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഇതിൽ തന്നെ ഉണ്ടായിരുന്നതാണ് വീരശൈവ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ് വീരശൈവ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബസവണ്ണയായിരുന്നു ഈ ഒരു വീരശൈവ മൂവ്മെന്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. വീരശൈവ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആയിരുന്നു ബസവണ്ണ. കർണാടകയിലാണ് 12th സെഞ്ചുറി കാലഘട്ടത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ മറ്റേ ശിവലിംഗ ധരിച്ചിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ലിംഗ്വേറ്റ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ എതിരായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ലോർഡ് ശിവയില് ആരാധിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അനുഭവ മണ്ഡലം എന്ന് പറയുന്ന മണ്ഡപം എന്ന് പറയുന്ന ഒരു സംഭവം ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ആണിത്. പിന്നെ ആദ്യമായിട്ട് ലേബേഴ്സിന് വേണ്ടി സംസാരിച്ചത് ആരാണ്? ബസവണ്ണയായിരുന്നു. ലേബേഴ്സിന് വേണ്ടി ആദ്യമായിട്ട് സംസാരിച്ചിരുന്നത് ആരായിരുന്നു? ബസവണ്ണയായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വചന സാഹിത്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കന്നഡ ലാംഗ്വേജ് അതൊക്കെ ലോക്കൽ ലാംഗ്വേജസ് ആണ്. അതൊക്കെ അത് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭക്തി മൂവ്മെന്റ് ഒറിജിൻ ചെയ്തു. പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കബീർ ദാസ്. കബീർ ദാസ് എന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭക്തി പോയിറ്റ് ആയിരുന്നു. ആരെന്ന് പറയുന്നത്? കബീർ ദാസ് എന്ന് പറയുന്നത്. ബനാറസിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നു. കബീർ ദാസിന്റെ ഫോളോവേഴ്സിനെ നമ്മൾ കബീർ ബാന്തീസ് എന്നും, അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു ആരെന്ന് പറയുന്നത്? രാമനന്ദ എന്ന് പറയുന്നത്. രാമനന്ദ എന്ന് പറയുന്നത് 14 to 15 സെഞ്ചുറി കാലഘട്ടത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരു നാനാക്കാണ് പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഗുരു നാനാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ലങ്കർ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതങ്ങളോ ഒന്നും നോക്കാണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കോമൺ കിച്ചൺ എന്ന് പറയുന്ന ഒരു ലങ്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഗുരു നാനാക്കാണ്. അതേപോലെ തന്നെ പ്രയർ സോങ്ങിനെ ഷബാദ് എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന പ്രയർ സോങ്ങുകളെ ഷബാദ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ സിക്കിസം എന്ന് പറയുന്ന ഐഡിയോളജി കൊണ്ടുവരുന്നത് ആരാണ്? ഗുരു നാനാക്ക് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിനെ നമ്മൾ ആദി ഗ്രന്ഥ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ വരുന്നതാണ് മീരാബായി. മീരാബായി എന്ന് പറയുന്നത് ഒരു രാജസ്ഥാനിയാണ്. അതേപോലെ തന്നെ ലോർഡ് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഭജനാസ് ഒക്കെ കമ്പോസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ ഇപ്പോഴും മീരാബായിന്റെ ഭജൻസ് കേൾക്കുന്നതും ഇതാക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സൂർദാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അക്ബറിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന അന്ധനായിട്ടുള്ളൊരു പോയറ്റാണ് ആരെന്ന് പറയുന്നത്? സൂർദാസ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ കൃഷ്ണന് വേണ്ടി തന്നെയാണ് പോയംസ് ഒക്കെ എഴുതിയിരുന്നതും ഇതാക്കിയിരുന്നതും. പിന്നെ അദ്ദേഹത്തിന്റെ പോപ്പുലർ വർക്ക്സ് പറയുകയാണെങ്കിൽ സൂർസാഗർ വരുന്നുണ്ട്, സൂർ സാരവല്ലി വരുന്നുണ്ട്, സാഹിത്യലഹർ വരുന്നുണ്ട്. ഇതൊക്കെ സൂർദാസിന്റെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക്സ് ആണ്. പിന്നെ തുളസിദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് റൈറ്റിംഗ്സ് ആണ് രാമചരിതംസ്, കവിതാവാലി, ഗീതാവാലി ഒക്കെ തുളസിദാസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. രാമന്റെ ഭക്തനാണ് ആരെന്ന് പറയുന്നത്? തുളസിദാസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് സൂഫിസം ആണ്. സൂഫി മൂവ്മെന്റ് ആണ് അടുത്തത് പറയുന്നത്. സൂഫി മൂവ്മെന്റ്
എന്ന് പറയുന്നത് 11ാം സെഞ്ചുറി കാലഘട്ടത്തോടു കൂടി സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ഇവരെന്ന് പറയുന്നത്. ഇപ്പോൾ സൂഫി എന്ന് പറയുമ്പോൾ അർത്ഥം സഫ എന്ന്, ശുദ്ധിയുള്ള ആൾക്കാർ എന്നാണ് മെയിൻ ആയിട്ട് സ്കോളേഴ്സ് ഇവരെ പറയുന്നത്. അപ്പോ ഗോഡ് എന്ന് പറയുന്നത് മഷൂക്ക് എന്നും സൂഫീസ് എന്ന് പറയുന്നത് ആഷിഖ്സ്, ലൗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ സൂഫി സെയിന്റുകളെ നമ്മൾ എന്താണ് ബീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. പിന്നെ ഈ സൂഫീസ് താമസിച്ചിരുന്ന ഇതിനെയാണ് നമ്മൾ ഖാൻഗാസ് എന്ന് പറയുന്നത്, ഖാൻഗാസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഷെയ്ഖ് സൈന്റുകളാണ് ഖവാജ അലി, ഷെയ്ഖ് ബഹദൂൻ സാക്ര, സുഹാറ വാർഡി ഓർഡറിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഖവാജ മൊയ്തീൻ ക്രിസ്റ്റി അജ്മീറിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഖാണ് അദ്ദേഹം. അതേപോലെ തന്നെ ക്രിസ്റ്റി ഓർഡറിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പിന്നെ ഷെയ്ഖ് നിസാമുദ്ദീൻ ആലുയ, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സൂഫി സെയിന്റ് ആണ് ഡൽഹിയിലെ ഷെയ്ഖ് നിസാമുദ്ദീൻ ആലിയ, പോപ്പുലർലി നോൺ ആസ് മെഹബൂബ് ഐ ഇലാഹി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. അമീർ ഖുസ്രു എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആണ്, പോയറ്റ് ആണ്. പാരറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് ആര് അറിയപ്പെടുന്നത്, അമീർ ഖുസ്രു അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് അദ്ദേഹം കൊണ്ടുവന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റൽ വേർഷൻ ആണ് ഇന്ന് പറയുന്നത് സാമ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സൂഫി വേർഡ്സും അതിന്റെ മീനിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാമ മ്യൂസിക്കൽ റെക്ടിക്കൽ, രക്ഷ ഡാൻസ്, ഫാന സെൽഫ് അനിഹിലേഷൻ, ഖാൻഗ ദ ഹോസ് സ്പൈസ്, ഖലീഫ സക്സസർ, മുരീദ് ഡിസിപ്ലിൻ, അങ്ങനെ കുറച്ച് അർത്ഥങ്ങളൊക്കെ എന്താണ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെയ്ഖ് സ്പിരിച്വൽ ടീച്ചർ. അപ്പൊ ഇവരുടെ ഇതിനു മുമ്പ് പേരിന് മുൻപ് ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് സൂഫി സെയിൻസിന്റെ ഇതിനു മുമ്പ് വെക്കുന്ന വേർഡാണ് എന്ന് പറയുന്നത് പിർ, അതുപോലെ തന്നെ ഷെയ്ഖ് എന്നൊക്കെ പറയുന്ന വേർഡുകൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പേർഷ്യനും ഹിന്ദിയും ചേർന്നിട്ടുള്ള ഉറുദു എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ആ ഒരു ലാംഗ്വേജിന്റെ ഇതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് മിഡീവൽ ഇന്ത്യ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ മിഡീവൽ ഇന്ത്യ കഴിയാണ്. സൂഫിസവും അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റോട് കൂടി നമ്മുടെ എന്ത് കഴിയാണ്, മിഡീവൽ ഇന്ത്യ കഴിയാണ്. ഇനി നമുക്ക് മോഡേൺ ഇന്ത്യ ആണ് എടുക്കാനുള്ളത് കേട്ടോ. അതിനി എന്നാണ് ഉണ്ടാവുന്ന ആ ക്ലാസ് തൊട്ടായിരിക്കും നമ്മൾ മോഡേൺ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യാം. GK തുടങ്ങട്ടെ? ഓക്കെ, ഞാൻ GK സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ GK അല്ല, സോറി, CS സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 12 മാർച്ച് 2026 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യമാണ് ഫസ്റ്റ് അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ HIV സിംഫലിസിസ് ഒക്കെ പോലത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇത് ഇല്ലാണ്ടാക്കിയെന്ന് പറയുന്നത്. വിച്ച് കൺട്രി ഹാസ് ബീൻ സർട്ടിഫൈഡ് ബൈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഏത് യൂറോപ്യൻ നേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. അത് ഡെൻമാർക്ക് ആണ്. അപ്പോൾ ഡെൻമാർക്ക് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഫസ്റ്റ് രാജ്യം എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന HIV സിംഫാലിസിസിനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്താണ് ഈ ഒരു സംഭവം എന്ത്, ഇപ്പൊ HIV സിംഫാലിസിസ് എന്നൊക്കെ പറയുന്ന സംഭവം എന്ത്, അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് പകരാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത്. പിന്നെ HIV-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇത് ഇമ്മ്യൂണൈ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. അതെന്താണ്, എയ്ഡ്സിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ സിംഫാലിസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ട്രെപ്പോണീമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയം കോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഹേർട്ടിനെയും ബ്രെയിനിനൊക്കെ ഡാമേജ് ചെയ്യുന്ന ഇതാക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് സിംഫാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബലേന്ദ്ര ഷാ ഓൾസോ നോൺ ആസ് ബാലൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നേപ്പാൾ ഏത് രാജ്യത്തിന്റെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. നേപ്പാളിന്റെ പുതിയ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പറയുന്നത് ബലേന്ദ്ര ഷാ എന്ന് പറയുന്നത് ഒരു 35 വയസ്സായിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അതുപോലെ തന്നെ ഫോർമർ റാപ്പർ ആയിരുന്നു പറയുന്നത് ബലേന്ദ്ര ഷാ എന്ന് പറയുന്നത്. നേപ്പാളിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പറയുന്നത് ബലേന്ദ്ര ഷാ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം ജയിച്ചു വന്ന പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം KP ശർമ്മ ഒലി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ ആളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാലേന്ദ്ര ഷാ ഈ ഒരു പൊസിഷനിലോട്ട് കയറി വരുന്നത്. അപ്പോൾ മാർച്ച് 5, 2026 നടക്കുന്നത്. അങ്ങനെ ഇതിലോട്ട് 275 മെമ്പേഴ്സ് ആണ് ഇലക്ട് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഗാഡ്ഗ പ്രസാദ് ശർമ്മ ഒലി റിസൈൻ ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ യൂത്തിന്റെ പ്രൊട്ടസ്റ്റിനെതിരെ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് രാജിവെക്കുന്നത്. അങ്ങനെ ഇലക്ട് ചെയ്തുകൊണ്ടാണ് ആര് ജയിച്ചു വരുന്നത് യൂത്ത് ആയിട്ടുള്ള ബലേന്ദ്ര ഷാ ജയിച്ച് വരുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രശ്മിക മന്ദാന എന്താണ് ബെസ്റ്റ് ആക്ട്രസിനുള്ള തെലങ്കാന ഖാദർ അവാർഡ് കിട്ടിയതാണ് 2025 ഏത് ഫിലിമിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന മൂവിക്കാണ്. ഭൂമാദേവി എന്നാണ് ആ ഒരു ഇതിന്റെ പേര്, ആ ഒരു ക്യാരക്ടറിന്റെ പേര്. ഇത് മെയിൻ ആയിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, ഇമോഷണൽ മാനിപ്പുലേഷൻ ആൻഡ് സെൽഫ് എക്വലൈസേഷൻ, ആ ഒരു തീമാണ് മെയിൻ ആയിട്ട് ഈ മൂവിയുടെ ഇതിന് വരുന്നത്. രാഹുൽ രവീന്ദ്രൻ ആണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഏത് എയർപോർട്ടാണ് യൂണിയൻ ക്യാബിനറ്റ് എന്ത് അപ്രൂവ് ചെയ്തു ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്രൂവ് ചെയ്തു എന്ന് പറയുന്നത് മധുരൈ എയർപോർട്ടാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ക്യാബിനറ്റ് യൂണിയനൊക്കെ ചേർന്നിട്ട് ഒരു ഇത് വെച്ചു, എന്താണ് മധുരൈ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2047 കൂടിയിട്ട് ഇന്ത്യയിൽ 350 എയർപോർട്ട്സ് വരാൻ ഉള്ള പാകത്തിനാണ് ഇത് മാറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയുന്നു പുതിയ 2 മൾട്ടി ട്രക്കിംഗ് റെയിൽവേ പ്രോജക്ട്സും എന്താണ് കൊണ്ടുവരുന്നുണ്ട്. സൈന്ധ്യ പാക്കൂർ 4th ലൈനും സാദ്രാജി ഗാർഗാപൂർ 4th ലൈൻ ആണ് കൊണ്ടുവരുന്നത്. വെസ്റ്റ് ബംഗാളിലും ജാർഖണ്ഡിലായിട്ടാണ് ഈ ഒരു 2 പ്രോജക്റ്റും കൊണ്ടുവരുന്നത്. 192 കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു നെറ്റ്വർക്ക് വരുന്നത്. 4474 crore ആണ് ഇതിനു വേണ്ടി മുടക്കുന്നത്. 2030 to 31 കാലഘട്ടത്തോട് കൂടിയിട്ട് എന്താണ് ഇത് കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ which female cheetah gave birth to 5 cubs at Kuno National Park as announced by the Union Environmental Minister Bhupendra Yadav. ഇപ്പോൾ ഭൂപേന്ദ്ര യാദവ് യൂണിയൻ എൻവറോൺമെന്റൽ മിനിസ്റ്റർ ആയിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം അനൗൺസ് ചെയ്തിരുന്നു. കുനോ നാഷണൽ പാർക്കിൽ ഒരു ഫീമെയിൽ ചീറ്റ എന്താണ് 5 കുഞ്ഞ് ചീറ്റാസിന് എന്താണ് ജന്മം നൽകി എന്ന് പറയുന്നു. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജ്വാല എന്ന് പറയുന്ന ഒരു ചീറ്റയാണ് 5 ചീറ്റ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. അത് യൂണിയൻ എൻവറോൺമെന്റൽ മിനിസ്റ്റർ ആയിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് ആണത് അനൗൺസ് ചെയ്തത് കുനോ നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സിൽ ഇതൊരു കീ സ്റ്റോൺ ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബർത്തോട് കൂടിയിട്ട് കബ്സിന്റെ എണ്ണം 33 എത്തി എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ. അതുപോലെ തന്നെ പറയുന്നത് 10th സക്സസ്ഫുൾ ചീറ്റ ലിറ്റർ ആണ് ഇന്ത്യയിൽ ജനിക്കുന്നതിൽ. പിന്നെ അതുപോലെ തന്നെ 53 ചീറ്റന്റെ ഇത് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത് പോപ്പുലേഷൻ. അപ്പോൾ ചീറ്റ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്ട് വളരെ ഒരു എന്താണ് ഇന്ത്യയിലെ തന്നെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ്, കൺസർവേഷൻ പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് ചീറ്റ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഭൂപേന്ദ്ര യാദവ് അങ്ങനെ പറഞ്ഞു. പിന്നെ
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് കൺട്രീസ് ജോയിനിങ് ആസ് എ പാർട്ട്ണർ കൺട്രി ഫോർ ആഹാർ 2026 ഇന്ത്യയുമായിട്ട് പാർട്ട്ണർ ആയിട്ടുള്ള രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റലിയാണ്. അപ്പോൾ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ മാർച്ച് 10 നടന്നിട്ടുള്ള 40ാമത് എഡിഷൻ ആണ് ആഹാറിന്റെ 2026 നടന്നത്. അപ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ ആണ് ആ ഒരു സംഭവം ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഇവന്റിൽ ജോയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസും ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ആണ്. 10 to 14 മാർച്ചിലാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. ഈ ഒരു ഡേറ്റ്സിലാണ്. പിന്നെ വേൾഡിലെ തന്നെ B2B ബിസിനസ് പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് പറയുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. 1800 എക്സിബിറ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ തന്നെ 155 ഇന്റർനാഷണൽ പാർട്ടിസിപ്പൻസ് ഉണ്ട് 17 രാജ്യങ്ങളിൽ നിന്നായിട്ട്. ഇറ്റലിയാണ് ഈ പ്രാവശ്യത്തെ അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. 1,15,000 സ്ക്വയർ മീറ്റേഴ്സ് ഏരിയ ആണ് ഇത് കവർ ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം. അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ സ്മോക്കിംഗ് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. 2nd വെനസ്ഡേ മാർച്ച് ആണ് ഈ എല്ലാ വർഷവും നോ സ്മോക്കിംഗ് ഡേ ആയിട്ട് ഇതാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇയർ വരുന്നത് മാർച്ച് 11 തീയതിയാണ് 2nd വെനസ്ഡേ എന്ന് പറയുന്നത്. പിന്നെ സ്മോക്കിംഗ് എന്തിനൊക്കെ കാരണമാകുന്നു? ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്, ക്രോണിക് ലങ് ഡിസീസസിനൊക്കെ കാരണമാകുന്നു. 2026 തീം എന്ന് പറയുന്നത് എ സ്മോക്ക് ഫ്രീ ലൈഫ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോക്ക് ഫ്രീ ഡേ എന്നുള്ള അർത്ഥമാണ്. ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് 1984 UK-ലാണ് ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ which ministry has launched the Say No to Proxy Sarpanch campaign to curb proxy leadership in Gram Panchayat? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ്. അപ്പൊ ഇതൊരു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് സേ നോ ടു പ്രോക്സി സർപഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്സി ലീഡർഷിപ്പ് ഉള്ള ഗ്രാമപഞ്ചായത്തിലെ ഇതിനൊക്കെ ആൾക്കാരൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ വുമൻസ് ഡേന്റെ ഭാഗമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്യാമ്പയിൻ. ഇപ്പോൾ മാർച്ച് 18 വരെ എന്താണ് ഈ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ GK-ന്റെയും CA-ന്റെയും ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ.